വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഇന്ന് നടന്ന 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഒന്നാമത്തെ ചോദ്യത്തിന് 1A, B എന്നീ ഭാഗങ്ങളുണ്ട്. 1A, 1B എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായും എഴുതിയാൽ മതിയാകും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് 1Aയുടെ വിക്കിയുടെയും അപ്പുവിൻ്റെയും സംഭാഷണ ഭാഗം നിരീക്ഷിക്കുക. എന്താണ് പറയുന്നത്? ഒരാൾ പറയുന്നത്, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ, റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പോൾ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെ വീക്ഷണമായിട്ടാണ് അത് നമ്മൾ കണക്കാക്കേണ്ടത്. രണ്ടാമത്തെ ആൾ പറയുന്നത് ഗ്രാമത്തിൽ ജീവിക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ചാണ്. നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്നാണ് ആ കുട്ടി പറയുന്നത്. നമുക്ക് നോക്കാം. ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നഗരജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. ഗ്രാമജീവിതത്തിൻ്റെയും നഗരജീവിതത്തിൻ്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാമജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എഴുതണം, നഗരജീവിതത്തിന് അല്ലേ? ഈ പറയണ മാതിരി എന്താണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ നന്നായിട്ടുണ്ടാവും, ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, സ്കൂളുകൾ ഉണ്ടാകും അല്ലേ? നമ്മൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും മോഡേൺ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കും. ഇതൊക്കെ നഗരജീവിതത്തിലേ പറ്റും. ഗ്രാമജീവിതത്തിലാണെങ്കിൽ നമുക്ക് അതുപോലെ നഗരജീവിതത്തിനുള്ള ദോഷങ്ങൾ നല്ല പൊല്യൂഷൻ ആയിരിക്കും അല്ലേ? എവിടെ നോക്കിയാലും മലിനീകരണമായിരിക്കും. അതേസമയം ഗ്രാമജീവിതത്തിലോ പൊല്യൂഷനൊന്നുമില്ലാതെ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും. കിളികളുടെയും പുഴകളുടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? നല്ല ഭക്ഷണങ്ങൾ മായമില്ലാത്ത എല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലേ? അപ്പം നഗരജീവിതത്തിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്, ഗ്രാമജീവിതത്തിൻ്റെതായ ഗുണവും ദോഷമുണ്ട്. അതിലേതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി സവിശേഷതകൾ ഉൾപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, പീലിയുടെ ഗ്രാമത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഴ്ച ചന്തകളിൽ നിന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ബി, നീന്തൽ പഠിക്കാൻ ധാരാളം കുളങ്ങൾ ഉണ്ടായിരുന്നു. സി, ഉഴുതുമറിച്ച വയലിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ. ഡി, വിവിധ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വാഹന സൗകര്യങ്ങൾ. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഗ്രാമത്തിന്റെ പ്രത്യേകതയായിരിക്കും അല്ലെ, വിവിധ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വാഹന സൗകര്യങ്ങൾ എന്നാണ്. അപ്പോൾ കഴിയില്ല അല്ലെ, എത്തിച്ചേരാൻ കഴിയാത്ത വാഹന സൗകര്യം അല്ലേ? വാഹന സൗകര്യം ഇല്ല, കുറവാണ് അല്ലേ? അത് ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നഗരത്തിലാണെങ്കിൽ നമുക്ക് എവിടെ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വാഹന സൗകര്യങ്ങളുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. അപ്പോൾ ഡി ആണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ്. മീനുവിനെ പോലെ ശാരീരിക പരിമിതികൾ നേരിടുന്ന കുട്ടികളെ നമുക്കും പരിചിതമാണല്ലോ. അപ്പൊ ജീവിതത്തിലെ സന്തോഷ അനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കുടുംബത്തിലും സ്കൂളിലും സമൂഹത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷ അനുഭവങ്ങൾ പങ്കുവച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷ അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളൊരു സന്തോഷം, നിങ്ങളുടെ സന്തോഷം പങ്കുവച്ച് ഒരു കുറിപ്പ് പോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷ അനുഭവങ്ങളിൽ പെടാത്തത് ഏത്? എല്ലാവരും ഒത്തൊരുമയോട് ജീവിക്കുന്നു, മനോഹരമായ ഭൂപ്രകൃതിയാണ്, വിശാലമായ കളിസ്ഥലം, ഇന്റർനെറ്റും വൈഫൈ സൗകര്യവും. അതെ, അതില്ല അല്ലേ? അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷ അനുഭവങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇന്റർനെറ്റും വൈഫൈ സൗകര്യവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതും കൃഷിയുടെ ആരംഭവും ആദിമ മനുഷ്യരുടെ ജീവിത പുരോഗതിയിലെ സുപ്രധാന ഘടകങ്ങളാണ്. തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ പുരോഗതിയിൽ തീയുടെ കണ്ടുപിടുത്തം, സ്ഥിരതാമസം അല്ലേ, ചക്രത്തിന്റെ കണ്ടുപിടുത്തം, മൺപാത്ര നിർമ്മാണം എന്നിവ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെയായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക? അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ തീ കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് എന്തൊക്കെ ഒന്ന് വേവിച്ച
ഭക്ഷണത്തിന്റെ രുചി കൂടുതലാണെന്ന് മനസ്സിലായി അല്ലേ? വേവിച്ച ഭക്ഷണത്തിന് രുചി കൂടുതലാണെന്ന് മനസ്സിലായി, ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. വേവിച്ച ഭക്ഷണത്തിന് രുചി കൂടുതലാണെന്ന് മനസ്സിലാക്കി. പിന്നെയോ വേവിച്ച ഭക്ഷണത്തിന് രുചി കൂടുതലാണെന്ന് മനസ്സിലാക്കി. പിന്നെ തീ ഉപയോഗിക്കാൻ പഠിച്ചതോടെ മത്സ്യവും മാംസവും ഒക്കെ ചുട്ടു തിന്നാൻ തുടങ്ങി അല്ലേ? മത്സ്യവും മാംസവും ഒക്കെ രുചിച്ച് തിന്നാൻ തുടങ്ങി. മത്സ്യവും മാംസവും ചുട്ടു തിന്നാൻ തുടങ്ങി. പിന്നെയോ പിന്നെ ഈ മത്സ്യം മാംസം മാത്രമല്ല, പിന്നെ വേരുകളും കിഴങ്ങുകളും ഇതുപോലെ ചുട്ടു തിന്നാൻ തുടങ്ങി. വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. പിന്നെ എന്താണ്? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി അല്ലേ? വേവിച്ച ഭക്ഷണത്തിന് രുചി ഇടുന്നതാണെന്ന് മനസ്സിലായപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യകാല മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്താണ് സ്ഥിരവാസം ആരംഭിച്ചത്. മനുഷ്യ ജീവിതത്തിൽ അതിന്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ബി. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു. സി. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ഡി. കൂടുതൽ വിശ്രമ സമയം കിട്ടി. എന്തായിരുന്നു? ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു അല്ലേ? ബി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാർത്താ തലക്കെട്ട് ശ്രദ്ധിക്കും. അതിദരിദ്രർ ഇല്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തന പദ്ധതി ലക്ഷ്യത്തിലേക്ക്. ഫസ്റ്റ് ഈ ഹെഡിങ് ശ്രദ്ധിച്ചിട്ട് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂളിൽ നടക്കുന്ന പ്രസംഗത്തിൽ അവതരിപ്പിക്കാനുള്ള ആശയങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പൊ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളും വേണം, പരിഹാരങ്ങളും വേണം. അപ്പോൾ അത് ആശയങ്ങൾ പട്ടികപ്പെടുത്താനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെ, പരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് 2 കോളം വരച്ചിട്ട് നിങ്ങൾ എഴുതണം. കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1, സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം അല്ലേ? എല്ലാവർക്കും സമ്പത്ത് ഒരുപോലെ. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം. തൊഴിലില്ലായ്മ. അടുത്തത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. 4, യുദ്ധം മുതലായവ അല്ലേ? യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയൊക്കെ അല്ലേ? യുദ്ധം ഒക്കെ. അപ്പോൾ അതാണ് കാരണങ്ങൾ. ഇനി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഈ പറയുന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ശക്തിപ്പെടുത്തുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, ഭക്ഷണം പങ്കുവയ്ക്കുക, ഭക്ഷണ വസ്തുക്കളുടെ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. അപ്പൊ ഇതാണ് പരിഹാരങ്ങൾ, ഇതാണ് കാരണങ്ങൾ. അപ്പൊ ഇത് 2 കോളമാക്കി എഴുതി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നവയിൽ ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 16. ഏത് ദിവസമാണ്? ഒക്ടോബർ 16 ആണ്. ഇനി നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പത്രവാർത്ത ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകൻ മലയാളിയായ ആദിത്യൻ രാജേഷ്. കേരളത്തിലെ തിരുവല്ലയിൽ ജനിച്ച ആദിത്യൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകനാണ്. ആൻഡ്രോയിഡിനു പകരം ആപ്റ്റോയിഡ്, മൊബൈൽ ഗെയിമുകൾ, വെബ് ഡിസൈനിങ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ആദിത്യൻ രാജേഷിന്റെ കമ്പനി ലഭ്യമാക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. സ്വയം തൊഴിൽ സംരംഭകനായ ആദിത്യൻ രാജേഷിനെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക? അപ്പോൾ ചോദ്യാവലി തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങൾ അദ്ദേഹത്തിന് സ്വയം തൊഴിൽ സംരംഭ രംഗത്ത് മികവാർന്ന നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് അതിലേക്ക് നയിച്ചത് എന്താണ്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ പ്രോത്സാഹനം നൽകിയത് ആരാണ്? ഇതിനൊക്കെ വേണ്ടി പ്രോത്സാഹനം നൽകിയത് ആരാണ്? ആരാണ് അദ്ദേഹത്തിന്റെ മാതൃക? അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം, സ്വയം ഉണ്ടാക്കി ചോദിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്ന് സ്വയം തൊഴിൽ സംരംഭത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തികൾ ഒറ്റയ്ക്ക് അവരുടെ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സ്വയം തൊഴിൽ സംരംഭത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. സി, സ്വയം തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൊഴിലാളിയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതില്ല. ഡി, സ്വയം തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ആ സംരംഭത്തിന്റെ ഉടമസ്ഥൻ. ഇതിലേതാണ്
സി ആണ് നിങ്ങളെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നിങ്ങളുടെ ഉത്തരം സി ആണ്. സി ആണ് ഉത്തരം. ഇനി നെക്സ്റ്റ് 5-ാമത്തെ ചോദ്യം നോക്കാം. 5-ൽ A, B എന്ന ഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് എഴുതിയാൽ മതിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ ക്വസ്റ്റ്യനിൽ A ക്വസ്റ്റ്യൻ, വസ്തുത്തിന്റെ നിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള ആശയങ്ങളെ വളർച്ചാ ഘട്ടങ്ങളനുസരിച്ച് ശരിയായി ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1. നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തം. 2. പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് വസ്ത്രം രൂപപ്പെടുത്തി. 3. നെയ്ത്ത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. 4. വിവിധ നാരുകൾ കൂട്ടിച്ചേർത്ത് നൂലുണ്ടാക്കി. ഇത് ഓർഡറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും ആദ്യം വന്നത്? പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് വസ്ത്രം രൂപപ്പെടുത്തി, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തായിട്ട് ഏത് വരും? വിവിധ നാരുകൾ കൂട്ടിച്ചേർത്ത് നൂലുണ്ടാക്കി, രണ്ടാമത്തതായിട്ട് അത് എഴുതണം. മൂന്നാമത്തത് എന്ത് ചെയ്തു? നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം നടത്തി. നാലാമത്തായിട്ടാണ് എന്ത് വരുന്നത്? നെയ്ത്ത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. നെയ്ത്ത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമായിട്ട് നാലാമത്തെ. അപ്പോൾ ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇനി ബി, വസ്ത്രനിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് റയോൺ. കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. 3. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉൾപ്പെടുത്തി. 4. സ്പിന്നിംഗ് ജെന്നിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A 1ഉം 2ഉം ശരിയാണ്. B 2ഉം 3ഉം ശരിയാണ്. C 3ഉം 4ഉം ശരിയാണ്. D 1ഉം 4ഉം ശരിയാണ്. ഇതിലേതാണ്? C ആണ് കറക്റ്റ് ആൻസർ. 3ഉം 4ഉം ശരിയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത് വസ്ത്രനിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി വസ്ത്രനിർമ്മാണശാല സന്ദർശിച്ച കുട്ടികൾ അവിടെ ഉപയോഗിക്കുന്ന വിവിധ തരം നാരുകളെ പട്ടികപ്പെടുത്തി നോക്കൂ. നാരുകൾ പോളിസ്റ്റർ, നൈലോൺ, പട്ടുനൂൽ, കമ്പിളി, ചണം, റയോൺ, പരുത്തി, മോഡൽ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് വിവിധ രീതിയിൽ വിവിധ തരം നാരുകളെ എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഇതനുസരിച്ച് വിവിധ സോഴ്സുകൾ അനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാം? പ്രകൃതിപരമായ നാരുകൾ, നാച്ചുറലി ഉള്ള ഫൈബേഴ്സ്, നാച്ചുറൽ ഫൈബേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്, കൃത്രിമ നാരുകൾ, പ്രകൃതിപരമായ നാരുകൾ, കൃത്രിമ നാരുകൾ, ഇങ്ങനെ 2 കോളങ്ങളാക്കിയിട്ട് പ്രകൃതിപരമായത് ഏതൊക്കെയാണ്? പട്ടുനൂൽ, കമ്പിളി, പരുത്തി. ഇനി മറ്റത് എന്താ? കൃത്രിമ നാരുകൾക്ക് എന്താ പറയാ? പോളിസ്റ്റർ, റയോൺ, നൈലോൺ. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സ് എന്നും ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്നും 2 കോളങ്ങളാക്കുക. പ്രകൃതിപരമായ നാരുകൾ, കൃത്രിമ നാരുകൾ. എന്നിട്ട് പട്ടുനൂല്, കമ്പിളി, പരുത്തി. നാച്ചുറൽ ഫൈബറിലും കൃത്രിമ നാരുകളിൽ പോളിസ്റ്റർ, റയോണ്, നൈലോണ്. ഇത്രയും അടയാളപ്പെടുത്തുക.